ഗുരുഭ്യോ നമഃ. വിഘ്നേശ്വരായ നമഃ. ജയ് ശ്രീ രാധേ 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 രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഗർഗസംഹിതയിലെ ഗോലോകഖണ്ഡത്തിലെ അധ്യായം 19 കണ്ണൻ്റെ ബാലലീലകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ ഒരു അധ്യായത്തിൽ കണ്ണനെ യശോദാമ്മ ഉരലിൽ കെട്ടിയിടുന്നതായിട്ടുള്ള ആ ഭാഗമാണ് സമർപ്പിക്കുന്നത്. കണ്ണൻ്റെ കഥകൾ എന്നും നമുക്ക് പുതിയ കഥകൾ കേൾക്കണ പോലെയാണ് അല്ലേ. എത്ര കേട്ടാലും മതിയാവില്ല. എന്നും അത് പുതിയതും മധുരം തരുന്നതുമാണ് അല്ലേ. ഇവിടെ ഗർഗഭാഗവതം നമ്മൾ കേട്ടതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ കഥ പറഞ്ഞു തരണത്. ശ്രീ നാരദ മഹർഷി ബഹുലാശ്വ മഹാരാജാവിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ആ കഥ നാരദ മഹർഷി പറയുകയാണ്, അക്കാലത്ത് ഗോപാംഗനമാർ അവരുടെ വീടുകൾ തോറും കൃഷ്ണൻ്റെ ലീലകളെപ്പറ്റി പാടിക്കൊണ്ടാണ് തൈര് കടഞ്ഞിരുന്നത് എന്ന്. ശ്രീ നന്ദമന്ദിരത്തിലും സുന്ദരി ആയിട്ടുള്ള ആ യശോദാമ്മ രാവിലെ എഴുന്നേറ്റ് തൈര് കൂടത്തിൽ കടകോലിട്ട് കടയാൻ തുടങ്ങി. തൈര് കടയുന്ന ഒച്ച കേട്ടിട്ട് പൊന്നുണ്ണിക്കണ്ണൻ പുതിയ വെണ്ണയ്ക്കായിട്ട് ചിലങ്ക കൊണ്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നൃത്തം ചവിട്ടാൻ തുടങ്ങി. അമ്മയുടെ അടുത്ത് ബാലക്രീഡാപരായണനായ ആ ഭഗവാൻ കണ്ണൻ നൃത്തം ചെയ്തുകൊണ്ട് വളരെയധികം ശോഭിക്കുകയും അരയിൽ തൂക്കിയിട്ടിരുന്ന മണി മുഴക്കുകയും ചെയ്തു. കൃഷ്ണൻ യശോദ അമ്മയോട് മധുരവാക്കുകൾ പറഞ്ഞുകൊണ്ട് പുതിയതായിട്ട് ആ കടഞ്ഞ വെണ്ണ യാചിച്ചു. യശോദ കൊടുക്കാതിരുന്നപ്പോൾ ഒരു വലിയ കല്ലെടുത്തു കൊണ്ടുവന്ന് ആ മൺകുടം പൊട്ടിച്ച് കണ്ണൻ അവിടെ നിന്ന് ഓടിപ്പോയി. യശോദയും മകനെ പിടിക്കാൻ പിന്നാലെ ഓടി. ഒരു കൈയുടെ ദൂരത്തായിട്ട് പോലും യശോദാമ്മയ്ക്ക് കണ്ണനെ പിടിക്കാൻ പറ്റിയില്ല. യോഗീശ്വരന്മാർക്ക് പോലും അപ്രാപ്യനായ കണ്ണനെ യശോദാമ്മയ്ക്ക് പിടിക്കാൻ കഴിയുമോ എന്നാണ് ഗർഗഭാഗവതം അവിടെ ചോദിക്കുന്നത്. എന്നാൽ ഭക്തന്മാർക്ക് ഭഗവാൻ എപ്പോഴും പ്രാപ്യനാണ് എന്ന് ഗർഗഭാഗവതം പറഞ്ഞു തരുന്നു. അതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഭഗവാൻ യശോദാമ്മയ്ക്ക് പിടികൊടുത്തു. തൻ്റെ പുത്രനെ ഓടിപ്പിടിച്ച യശോദാമ്മ രോഷത്താൽ കൃഷ്ണനെ ഉരലിൽ കെട്ടിയിടാൻ തീരുമാനിച്ചു. അതിനായി കൊണ്ടുവന്ന ഓരോ കയറും കൃഷ്ണനെ കെട്ടിയിടാൻ ശ്രമിക്കുമ്പോഴേക്കും ആവശ്യമുള്ളതിലും നീളം കുറഞ്ഞുകൊണ്ടിരുന്നു. പ്രകൃതിയുടെ സൃഷ്ടികർത്താവും പ്രകൃതിക്ക് അതീതനുമായ ഈശ്വരനെ കയറുകൊണ്ട് എങ്ങനെ ബന്ധിക്കാൻ പറ്റും അല്ലേ. യശോദ കൃഷ്ണനെ കെട്ടിയിടാൻ ശ്രമിച്ച് ക്ഷീണിച്ച് ഉത്സാഹം നഷ്ടപ്പെട്ട് കെട്ടാനുള്ള ഉദ്യമം ഉപേക്ഷിച്ചപ്പോൾ സ്വച്ഛന്തഗതിയോടുകൂടിയ ഈശ്വരൻ കൃപ കാണിച്ച് മാതാവിൻ്റെ ബന്ധനത്തിനായി നിന്നുകൊടുത്തു. ഭഗവാന്റെ അത്തരത്തിലുള്ള കൃപ കർമ്മത്യാഗിയായ ജ്ഞാനികൾക്ക് പോലും കിട്ടില്ല എന്നാണ് ഇവിടെ പറയണത്. കർമ്മത്തിൽ ആസക്തരായവരുടെ കാര്യം പിന്നെ എടുത്തു പറയേണ്ടതുണ്ടോ. മാതാവിൻ്റെ ബന്ധനത്തിനായി നിന്നത് ഭക്തിയുടെ മാത്രം പ്രഭാവം കൊണ്ടാണ്. അതിനാൽ ജ്ഞാനത്തിൻ്റെ സാധകരായ ആരാധകർക്ക് മുക്തി കൊടുക്കുമെങ്കിലും ഭഗവാൻ ഭക്തി കൊടുക്കാറില്ല അത്രേ എന്ന് ഗർഗഭാഗവതം പറഞ്ഞു തരുന്നു. ആ സമയത്ത് ധാരാളം ഗോപികമാർ അവിടെ വന്നെത്തി. അവർക്ക് തൈരിൻ കുടം ഉടഞ്ഞിരിക്കുന്നതും നന്ദനന്ദനൻ അനേകം കയറുള്ള കയറുകൊണ്ടുള്ള ആ ബന്ധനത്തിൽ നിൽക്കുന്നതും കാണാൻ സാധിച്ചു. അത് കണ്ടിട്ട് അവർക്ക് വലിയ ദയ തോന്നുകയും അവർ യശോദാമ്മയോട് പറയുകയും ചെയ്തു, നന്ദറാണി, നിങ്ങളുടെ കൊച്ചുകുട്ടി ഞങ്ങളുടെ വീട്ടിൽ വരികയും തൈരിൻ്റെ കുടമൊക്കെ പൊട്ടിക്കുകയും ചെയ്യാറുണ്ടെങ്കിലും തങ്ങളാരും ഒന്നും ചെയ്യാറില്ല. വ്രജേശ്വരി യശോദാമ്മേ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒട്ടും തന്നെ വേദനയില്ലേ? നിങ്ങൾ നിർദ്ദയയായി പോയില്ലോ. ഒരു പാത്രം പൊട്ടിയതുകൊണ്ട് ഈ കുട്ടിയെ നിങ്ങൾ വടി കാണിച്ച് പേടിപ്പിക്കുക മാത്രമല്ല കെട്ടിയിടുക കൂടി ചെയ്തില്ലേ എന്ന് ചോദിക്കുക അത്ര ഗോപികമാർ.
ഗോപികമാർ അപ്രകാരം സംസാരിച്ചപ്പോൾ യശോദാമ്മ ഒന്നും മിണ്ടിയില്ലത്രേ. അവർ വീട്ടുജോലികളിൽ മുഴുകി. ഇതിനിടയിൽ കിട്ടിയ അവസരം ഉപയോഗിച്ച് കൃഷ്ണൻ മറ്റ് ഗോപബാലകരോടൊപ്പം ഉരൽ വലിച്ചുകൊണ്ട് യമുനാതീരത്തേക്ക് പോയി. യമുനാതീരത്ത് അതിപുരാതനമായി ഇരട്ടയായ 2 അർജുന വൃക്ഷങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ഉരൽ വലിച്ചുകൊണ്ട് ആ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ മുന്നോട്ട് നടന്നു. അപ്പോൾ ഉരൽ ആ വൃക്ഷങ്ങൾക്കിടയിൽ കുടുങ്ങിയെങ്കിലും ഭഗവാൻ ആ ഉരൽ ചിരിച്ചുകൊണ്ട് വലിച്ചപ്പോഴുണ്ടായ ആ സമ്മർദ്ദം കൊണ്ട് ആ 2 മരങ്ങളും കടപുഴകി നിലത്ത് വീണു. വൃക്ഷങ്ങൾ വീണപ്പോഴുണ്ടായ ആ ശബ്ദം വജ്രപാതം, അതായത് ഇടിവെട്ട് പോലെ ഭയങ്കരമായിരുന്നു. ആ വൃക്ഷങ്ങളിൽ നിന്ന് 2 ദേവന്മാർ പുറത്തു വന്നു. അരണി കടയുമ്പോൾ അഗ്നി ഉണ്ടാവുന്നത് പോലെയായിരുന്നു അത് എന്നാണ് പറയണത്. ആ ദേവന്മാർ ദാമോദരനെ പ്രദക്ഷിണം വെച്ച് ശിരസ്സുകൊണ്ട് നമസ്കരിച്ച് 2 കൈയും കൂപ്പി ഭഗവാനെ കുമ്പിട്ട് കൊണ്ട് പറഞ്ഞു. 2 ദേവന്മാരും കൂടി ഒന്നിച്ചാണത്രേ പറഞ്ഞത്, അച്യുത, അവിടുത്തെ ദർശനത്താൽ തങ്ങൾക്ക് ബ്രഹ്മദണ്ഡത്തിൽ നിന്ന് മുക്തി ലഭിച്ചു. ഇനി ഒരിക്കലും തങ്ങൾ അവിടുത്തെ ഭക്തന്മാരെ അവഹേളിക്കില്ല. അവിടുന്ന് കരുണയുടെ നിധിയാണ്. ലോകത്തിന് മംഗളം ചെയ്യുക എന്നത് അവിടുത്തെ സ്വഭാവമാണ്. അങ്ങാകുന്ന ദാമോദരന്, കൃഷ്ണന്, ഗോവിന്ദന് ഞങ്ങളുടെ വീണ്ടും വീണ്ടും വീണ്ടുമുള്ള നമസ്കാരം. ഇപ്രകാരം ഭഗവാനെ നമസ്കരിച്ച് ആ 2 ദേവകുമാരന്മാരും ആകാശമാർഗേണ ഉത്തരദിശയിലേക്ക് പോയി. ആ സമയത്ത് ഭയസംഭ്രാന്തരായ നന്ദൻ മുതലായ മുഴുവൻ ഗോപന്മാരും അവിടെ വന്നെത്തി. അവർ മറ്റു കുട്ടികളോട് ചോദിച്ചു, കാറ്റും മഴയും ഒന്നുമില്ലാതെ ഈ 2 വൃക്ഷങ്ങൾ എങ്ങനെയാണ് നിലം പതിച്ചത്? അപ്പോൾ മുഴുവൻ വ്രജവാസികളായ ബാലകരും പറഞ്ഞു, കണ്ണൻ തന്നെയാണ് 2 വൃക്ഷങ്ങളും വീഴ്ത്തിയത്. ഈ വൃക്ഷങ്ങളിൽ നിന്ന് 2 പേർ പുറത്തു വന്ന് ഇവിടെ നിൽക്കുകയും കൃഷ്ണനെ നമസ്കരിക്കുകയും ഉത്തരദിശയിലേക്ക് ആകാശമാർഗേണ പോവുകയും ചെയ്തു. അവരുടെ അവയവങ്ങളിൽ നിന്ന് പ്രഭ പരക്കുന്നുണ്ടായിരുന്നു. ആ ഗോപാലന്മാരുടെ വാക്കുകളിൽ പ്രായം കൂടിയ ഗോപന്മാർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. നന്ദഗോപർ കൃഷ്ണനെ കയറഴിച്ച് ഉരലിൽ നിന്ന് മോചിതനാക്കുകയും ഓമനിച്ചുകൊണ്ട് തോളിലേറ്റി ചുംബിക്കുകയും ചെയ്തു. നന്ദൻ യശോദയെ വളരെയധികം ശാസിക്കുകയും ബ്രാഹ്മണർക്ക് 100 പശുക്കളെ ദാനം കൊടുക്കുകയും ചെയ്തു. ഈ ഭാഗം പറയുമ്പോൾ വൃന്ദാവനത്തിലിങ്ങനെ മനസ്സ് ഓടി നടക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം വൃന്ദാവനത്തിലെത്തിയപ്പോൾ ആ ദാമോദരനെ കെട്ടിയിട്ട ഉരൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അതിൻ്റെ മുമ്പ് കൂടെ വന്നു. അവിടേക്ക് കടക്കാൻ പറ്റാതെ ഒരു തടസ്സമുണ്ടായി. വളരെയധികം വിഷമിച്ചു. 2ാമത്തെ പ്രാവശ്യം പോയപ്പോൾ ആ ധാമത്തിൽ ആ ഉരലിൽ അങ്ങനെ തലകുമ്പിട്ട് കിടക്കാൻ സാധിച്ചു എന്നുള്ളത് ആ രാധാകൃഷ്ണ കടാക്ഷം, ഗുരു കടാക്ഷം, മാതാപിതാക്കളുടെ അനുഗ്രഹം എന്നല്ലാതെ എന്താ പറയുക. ഗർഗഭാഗവതത്തിലെ ഓരോ ഭാഗം പറയുമ്പോഴും മനസ്സ് വൃന്ദാവനത്തിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. പലപ്പോഴും എന്താ പറയണത് എന്ന് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥ. ജയ് ശ്രീ രാധേ 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 ശ്യാം. അപ്പോൾ ബഹുലാശ മഹാരാജാവ് ചോദിക്കുകയാണ്, ആ ദിവ്യപുരുഷന്മാരാരായിരുന്നു? ഏത് ദോഷത്താലാണ് അവർക്ക് യമളാർജുന വൃക്ഷങ്ങളായി തീരേണ്ടി വന്നത് എന്ന്. അവർ കുബേരൻ്റെ 2 മക്കളായ നളകുബേരൻ, മണിഗ്രീവൻ എന്നിവരായിരുന്നു. ഒരു ദിവസം അവർ നന്ദഭവനത്തിൽ, അതായത് ദേവലോകത്ത് പോവുകയും മന്ദാകിനി തീരത്ത് ചുറ്റിത്തിരിയുകയും ചെയ്തു. അവിടെ അപ്സരസുകൾ അവരുടെ ഗുണഗണങ്ങളെപ്പറ്റി കീർത്തിച്ചപ്പോൾ 2 പേരും ധാരാളം മദ്യം കഴിച്ചിട്ട് മതന്മത്തരായി നഗ്നരായിക്കൊണ്ട് നടക്കാനും തുടങ്ങി. ഒന്നാമതായി അവർ യുവാക്കളായിരുന്നു. കൂടാതെ അവർക്ക് ധനത്തെക്കുറിച്ചുള്ള അഹങ്കാരവും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വേദങ്ങളുടെ വിദ്വാനായ ദേവല മഹർഷി വന്നു ചേർന്നു.
നഗ്നരായി നടന്നിരുന്ന ആ 2 കുബേരപുത്രന്മാരെയും കണ്ടപ്പോൾ ഋഷി ശപിച്ചു. 2 പേരുടെയും സ്വഭാവത്തിൽ ദുഷ്ടത നിറഞ്ഞതുകൊണ്ട് 2 പേരും സ്വബോധം കൈവിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് 2 പേരും വൃക്ഷങ്ങളെപ്പോലെ അഹങ്കാരികളും ലജ്ജയില്ലാത്തവരുമാണ്. അതിനാൽ നിങ്ങൾ 2 പേരും ഭൂമിയിൽ പോയി 100 ദിവ്യവർഷക്കാലത്തോളം മരങ്ങളാകൂ എന്നതായിരുന്നു ശാപം. ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ മധുരാജന പദത്തിലുള്ള വ്രജമണ്ഡലത്തിൽ കളിന്ദനന്ദിനിയായ ആ മഹാവനത്തിനടുത്ത് നിങ്ങൾ 2 പേരും സാക്ഷാൽ പരിപൂർണതമനായ ദാമോദരനും ഗോലോകനാഥനുമായ ശ്രീകൃഷ്ണനെ ദർശിക്കും. അപ്പോൾ നിങ്ങൾക്ക് പൂർവജന്മസ്വരൂപം പ്രാപ്യമാവുകയും ചെയ്യും എന്ന് ശാപമോക്ഷവും കൊടുത്തു. അപ്രകാരം ദേവലൻ്റെ ശാപത്താൽ വൃക്ഷങ്ങളുടെ ആ ഭാവം പ്രാപിച്ച നളകൂബരനെയും മണിഗ്രീവനെയും ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധ്യായം ഇവിടെ സമർപ്പിക്കുന്നത്. എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും മതിവരാത്ത വൃന്ദാവന കഥകൾ. അത് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാമെന്നൊന്നും എനിക്കറിയില്ല. എങ്ങനെയാണ് ഞാൻ പറയുന്നത് എന്ന് പോലും എനിക്കറിയില്ല. എല്ലാം ആ രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം എന്ന് മാത്രമേ അറിയുള്ളൂ. എന്തൊക്കെ തെറ്റുകളുണ്ടായാലും എങ്ങനെയൊക്കെ ആയി തീർന്നാലും എല്ലാം ആ തൃപ്പാദങ്ങളെ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും ആ രാധാകൃഷ്ണ കൃപാ കടാക്ഷം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ശ്രീ രാധേ 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 ശ്യാം.